The next one is types of electron microscope, mainly two types. That is transmission electron microscope TEM and scanning electron microscope SEM. Okay, ഷോർട്ട് ആയിട്ടും ചോദിക്കാം. ചിലപ്പോൾ ഇത് മാത്രം 3 മാർക്കിനും ചോദിക്കാം. TEM അല്ലെങ്കിൽ SEM എന്നുണ്ട് 3 മാർക്കിനും ചോദിക്കാം. അല്ലെങ്കിൽ കോമൺ ആയിട്ട് ഫുൾ ആയിട്ട് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന് ചോദിക്കാം 10 മാർക്കിന്. ഇങ്ങനെയൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ട്രാൻസ്മിഷനും സ്കാനിങ് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. ട്രാൻസ്മിഷൻ എന്ന് വെച്ചാൽ മെയിൻലി നമുക്ക് ഇന്റേണൽ സ്ട്രക്ചേഴ്സ് ആണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തിട്ട് ഒരു ഓർഗാനിസത്തിന്റെ, എക്സാമ്പിൾ മൈക്രോ ഓർഗാനിസം, ബാക്ടീരിയ, എന്താണ് നമുക്ക് വ്യൂ ചെയ്യേണ്ടത് ആ ഓർഗാനിസത്തിന്റെ ഇന്റേണൽ സ്ട്രക്ചർ നമുക്ക് ക്ലിയർ ആയിട്ട് വ്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് എക്സ്റ്റേണൽ വ്യൂ ചെയ്യാം, ഇന്റേണലി നമുക്ക് വ്യൂ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് സ്കാനിങ് മീൻസ് അതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് ദാറ്റ് ഈസ് 3-dimensional വ്യൂ. ഒരു ഓർഗാനിസത്തിന്റെ 3-dimensional വ്യൂ നമുക്ക് ഒബ്സർവ് ചെയ്യാം ബൈ യൂസിങ് ദിസ് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഓക്കെ, അപ്പം ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, ഇലക്ട്രോൺ ബീം ട്രാൻസ്മിറ്റഡ് ത്രൂ ഒബ്ജക്റ്റ്, heavy metal can be used as stain. So this transmission electron microscope നമ്മൾ സ്റ്റെയിൻസിന് വേണ്ടിയിട്ട് സ്റ്റെയിൻ ചെയ്യുമല്ലോ. സാധാരണ ലൈറ്റ് മൈക്രോസ്കോപ്പിന്റെ കേസിൽ നമ്മൾ ലിഷ്മാൻ സ്റ്റെയിൻ ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ബട്ട് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ കേസ് നമ്മൾ ഹെവി മെറ്റൽസ് ആണ് മെറ്റൽസ് യൂസ് ചെയ്തിട്ടാണ് സ്റ്റെയിൻ ചെയ്യുന്നത്. Okay, making some part of the cell appear dark because electron cannot penetrate them. So our metals use ചെയ്തിട്ട് സ്റ്റെയിൻ ചെയ്യുമ്പോൾ ആ ഇലക്ട്രോൺ ബീം ഡയറക്ട്ലി അവിടത്തേക്ക് എൻ്റർ ചെയ്യും. സോ അങ്ങനെയാണ് നമുക്ക് ഇന്റേണൽ സ്ട്രക്ചേഴ്സ് വ്യൂ ചെയ്യാൻ പറ്റുന്നത്. Okay, but in case of scanning electron microscope, object is coated with a thin film of metals. The beam of electron move back and forth over the surface of the object and produce 3-dimensional view of the structure. Okay, ഇതാണ് ഡിഫറൻസ് ട്രാൻസ്മിഷനും സ്കാനിങ്ങും പിന്നെ നമ്മൾ പണ്ട് പഠിച്ച ലൈറ്റ് മൈക്രോസ്കോപ്പും തമ്മിൽ മെയിൻ ഡിഫറൻസ്. ലൈറ്റ് മൈക്രോസ്കോപ്പിൽ ഒബ്ജക്റ്റ് ഇങ്ങനെയാണ് കാണാം. ബട്ട് ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ പാർട്സ് ഒക്കെ സെയിം ആണ്. ഇലക്ട്രോൺ സോഴ്സ് ഓഫ് ഇലൂമിനേഷൻ സെയിം, കണ്ടൻസർ ലെൻസസ് സെയിം, ആൻഡ് സ്പെസിമെൻ നമ്മൾ ഇവിടെ കോപ്പർ ഗ്രൈഡ് ആണ്, ഇവിടെ സ്ലൈഡ് ആണ്, ഇവിടെയും കോപ്പർ ഗ്രൈഡ് തന്നെയാണ്. പക്ഷെ ഈ ഒരു സ്കാനിങ്ങിന്റെ കേസിൽ ഒരു സ്കാനിങ് കോയിലും കൂടി ഉണ്ടാവും. ഓക്കെ, ആൻഡ് ഒബ്ജക്റ്റീവ് ലെൻസ് സെയിം, പക്ഷേ കണ്ടൻസർ ലെൻസ് വീണ്ടും ഈ ഒരു സ്കാനിങ്ങിലുണ്ട്. ആൻഡ് പ്രൊജക്ടർ ലെൻസ് സെയിം, ഇവിടെയും പ്രൊജക്ടർ ലെൻസ് ഉണ്ട്. സോ ഫീൽഡ് നമുക്ക് കിട്ടുന്നത് എന്ന് വെച്ചാൽ ലൈറ്റ് മൈക്രോസ്കോപ്പിന്റെ ഫീൽഡ് ഇങ്ങനെയായിരിക്കും. ബട്ട് ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ ഇന്റേണൽ സ്ട്രക്ചേഴ്സും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ആൻഡ് സ്കാനിങ്ങിന്റെ 3-dimensional വ്യൂ, ഒരു ഓർഗാനിസത്തിന്റെ 3-dimensional വ്യൂ ആണ് നമുക്ക് ഇവിടെ കിട്ടുക. ഓക്കെ, ക്ലിയർ? ഈ ഡയഗ്രാം വരച്ചാൽ നല്ലത്, ഇല്ലെങ്കിലും കുഴപ്പമില്ല. പ്രിൻസിപ്പിൾ ആ ഒരു സെയിം ഡയഗ്രാം വരച്ചാലും മതി. ഓക്കെ, ആ ഒരൊറ്റ ഡയഗ്രാം. ഇത് വേറെ തന്നെ ട്രാൻസ്മിഷന്റെ വേറൊരു ഡയഗ്രാം. ഫ്ലൂറസെൻസ് സ്ക്രീൻ ലാസ്റ്റ് ആയിരിക്കും, ബട്ട് ഇലക്ട്രോൺ ഗൺ ഇവിടെയാണ്. അവിടെ നിന്ന് ഇലക്ട്രോൺ ബീം പ്രൊഡ്യൂസ് ചെയ്യും. ഡയറക്ട്ലി അത് കണ്ടൻസർ ലെൻസ് സറൗണ്ട് ചെയ്തിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് കോയിലേക്ക് എൻ്റർ ചെയ്യും. ദെൻ ഒബ്ജക്റ്റീവ് ലെൻസ്, ഇവിടെ ഒരു സ്പെസിമെൻ കോപ്പർ ഗ്രൈഡ് സ്പെസിമെൻ ഉണ്ടാവും. സോ ദെൻ the object reflect the electron, then that enter into ഒബ്ജക്റ്റീവിലേക്ക് എൻ്റർ ചെയ്യും. ദെൻ ഇന്റർമീഡിയറ്റ് ലെൻസ്, ദെൻ പ്രൊജക്ടർ ലെൻസ്. ആഫ്റ്റർ ദാറ്റ് ഫ്ലൂറസെൻസ് സ്ക്രീനിൽ നമുക്കൊരു ഇമേജ് കിട്ടും. അതിന്റെ ഇന്റേണലി ഉള്ള പോർഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇത് സ്കാനിങ്ങിന്റെ കേസ്. ഒരു സ്കാനിങ് കോയിലും കൂടിയിട്ട് ആ ഒരു മെയിൻ ഡിഫറൻസ് ആണ് ഇവിടെ. സ്കാനിങ്ങും ട്രാൻസ്മിഷനും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്, ഒരു പാർട്സിലുള്ള മെയിൻ ഡിഫറൻസ് ഒരു സ്കാനിങ് കോയിൽ സ്കാനിങ്ങിൽ ഉണ്ടാവും. പിന്നെ ഈ സ്റ്റെയിൻസ് ചെയ്യുമ്പോൾ സ്പെസിമെൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു ഡിഫറൻസും കൂടിയുണ്ട്. ഇത്രയാണ് നമ്മുടെ പ്രിൻസിപ്പിൾ ആൻഡ് ടൈപ്പ് ഓഫ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. സോ ടൈപ്പ് ഓഫ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്പെസിമെൻ പ്രിപ്പറേഷൻ ആണ്. സോ സ്പെസിമെൻ പ്രിപ്പറേഷൻ നമുക്ക് ഡിഫറെൻ്റ് ആണ്, ഡിപ്പെൻസ്. അതായത് ട്രാൻസ്മിഷൻ്റെ കേസിൽ വേറെ തന്നെ സ്പെസിമെൻ പ്രിപ്പറേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്.
ആൻഡ് സ്കാനിങ്ങിൻ്റെ കേസിൽ വേറെ മെത്തേഡിലാണ് നമ്മൾ സ്പെസിമെൻ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, രണ്ടിൽ ഹെവി മെറ്റൽസ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ സ്റ്റെയിൻ ചെയ്യുന്നത്. പക്ഷെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് അത് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അത് പറയണം. ഓക്കെ, ഇത് നന്നായിട്ട് പഠിക്കാം.